Hi everyone, we'll go to the remaining portions of random variables. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് റാൻഡം വേരിയബിൾസിന്റെ ഡെഫിനിഷൻ വി ഹാവ് സ്റ്റഡീഡ്. അതിനുശേഷം ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസിനെ പറ്റി പറഞ്ഞു. ടു ടൈപ്സ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോപ്പർട്ടീസും അത് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ് നമ്മൾ ചെയ്തത്. സോ എന്തായിരുന്നു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്? ഒരു റാൻഡം വേരിയബിളിന്റെ റേഞ്ച് നോക്കിയാണ് അത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിന്റെ റേഞ്ച് കൗണ്ടബിൾ ആണെങ്കിൽ, കോമയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അതല്ല, അൺകൗണ്ടബിൾ വാല്യൂസ് ആണ് റാൻഡം വേരിയബിളിലെ റേഞ്ച് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിളിന്റെ റേഞ്ചിനെ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർവെൽ ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനാണെങ്കിൽ അതിനെ നമ്മൾ അൺകൗണ്ടബിൾ എന്ന് വിളിക്കും. അൺകൗണ്ടബിൾ അല്ലെങ്കിൽ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ കണ്ടിന്യൂസ് എന്ന് വിളിക്കും. എങ്ങനെ വേണമെങ്കിലും ആകാം. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എനി ടു നമ്പേഴ്സിന് ഇടയിലുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ്, റിയൽ വാല്യൂസ് ആയിരിക്കും റാൻഡം വേരിയബിളിന് വരിക. റിയൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ നമ്പേഴ്സ് വരും, നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് വരും, അതെല്ലാം വരും. അപ്പൊ ഇവിടെ ഇപ്പൊ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് നമുക്ക് എക്സ് ഈക്വൽ ടു 0, 0.1, 0.2 അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ റിയൽ നമ്പേഴ്സും അതിന്റെ വാല്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യു ഹാവ് ടു ലുക്ക് അറ്റ് ദ റേഞ്ച്. ഇഫ് ദ റേഞ്ച് ഇസ് കൗണ്ടബിൾ, ദ റാൻഡം വേരിയബിൾ വിൽ ബി ഡിസ്ക്രീറ്റ്. ഇഫ് ദ റേഞ്ച് ഇസ് uncountable, if the range is written as an interval, then the random variable will be continuous. Okay, അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ മെയിൻ 2 ഫംഗ്ഷൻസ് പഠിച്ചായിരുന്നു. വൺ വാസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതിനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. വൺ വാസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആൻഡ് ദ സെക്കൻഡ് വാസ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത് രണ്ടുമായിരുന്നു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് പഠിച്ചത്. എക്സാക്ട്ലി ഈ രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും ഉണ്ട്. ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഓൾസോ യു ഹാവ് ദ 2 ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്. ഇവിടെ PMF എന്ന വേർഡ് യൂസ് ചെയ്യില്ല. വി കോൾ ഇറ്റ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. CDFന് പകരം വെറും DF, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് ഫംഗ്ഷൻസും അതിന്റെ ഡെഫിനിഷനും അതിനുശേഷം അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും. ഡിസ്ക്രീറ്റ് കേസിൽ നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ സിലബസിൽ കൂടുതലായിട്ട് വരിക. ബിക്കോസ് കണ്ടിന്യൂസ് കേസിൽ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡോണ്ട് ഹാവ് ദാറ്റ് നോളജ്. അതുകൊണ്ട് നമ്മൾ അധികം ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ പ്രോബ്ലത്തിലേക്ക് പോകാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ 2 ഫംഗ്ഷൻസ്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ നോട്ട്സ്. Probability density function and distribution function of a continuous random variable. For a continuous random variable, the probabilities, അല്ലെങ്കിൽ the properties are described using the probability density function. അതിനെ നമ്മൾ PDF എന്ന് വിളിക്കും. ക്യാപിറ്റൽ PDF അല്ല, we use the small letters for that. ക്യാപിറ്റൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. for probability density function and distribution function. അപ്പം ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയായിരുന്നു നമ്മളത് ഡിഫൈൻ ചെയ്തിരുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ വാസ് ഡിഫൈൻഡ് ആസ് P of x is equal to probability of capital X equal to small x. നമ്മുടെ റാൻഡം വേരിയബിൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു അവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതിനോട് സിമിലർ ആയിട്ട് ഇവിടെ ഉള്ള സാധനം നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അതിനെ നമ്മൾ സ്മോൾ FX എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെയും നമ്മൾ സ്മോൾ FX എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഡിസ്ക്രീറ്റ് കേസിലും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും മറ്റേ കേസിൽ ക്യാപിറ്റൽ FX വാസ് ഡിഫൈൻഡ് ആസ് distribution function was defined as probability of x less than or equal to small x. ഇതിൽ ഈ രണ്ടാമത്തേതിന്റെ ഡെഫിനിഷൻ
ഈ രണ്ട് കേസിലും സെയിം ആണ്. കണ്ടിന്യൂസിന്റെ കേസിലും ഡിസ്ക്രീറ്റിന്റെ കേസിലും CDFന്റെ ഡെഫിനിഷൻ അല്ലെ DFന്റെ ഡെഫിനിഷൻ സെയിം ആണ്. ഡെൻസിറ്റി ഫംഗ്ഷനിൽ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്. ഓക്കെ, നമുക്കിന്റെ ഡെഫിനിഷനിലോട്ട് പോവാം. ഇപ്പൊ ഡിസ്ക്രീറ്റില് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആയിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആയിരുന്നു അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു സ്മോൾ എക്സിന്റെ അടുത്ത് കിടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ നമ്മൾ ഇന്റർവെൽ ഇങ്ങനെ എഴുതുമ്പോൾ അതിന്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറയില്ല. പകരം എക്സ് സ്മോൾ എക്സിന്റെ അടുത്ത് കിടക്കാൻ, തൊട്ടടുത്ത് അതിന്റെ വാല്യൂ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് മാത്രമേ പറയുള്ളൂ. സോ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: The PDF of a continuous random variable capital X is the probability that x lies in an extremely small interval. Small x ന്റെ തൊട്ടടുത്ത് കിടക്കുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്നത് സ്മോൾ എക്സിന്റെ ഒരു കുഞ്ഞ് ഇന്റർവെല്ല് കിടക്കുന്നു, എക്സിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇന്റർവെല്ല്. ആ ഇന്റർവെല്ലിനെ നമ്മൾ എക്സ് കോമ എക്സ് പ്ലസ് ആൽഫ എക്സ് എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇന്റർവെൽ, ഈ കുഞ്ഞ് ഇന്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? എക്സും തൊട്ടടുത്തുള്ള നമ്പറാണ് എക്സ് പ്ലസ് ആൽഫ എക്സ്. ഇതിന്റെ ഇടയിൽ കിടക്കാനുള്ള പ്രോബിലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എക്സ് ആണെങ്കിൽ തൊട്ടടുത്തായിരിക്കുമല്ലോ എക്സ് പ്ലസ് ആൽഫ എക്സ് എന്ന് പറയുന്ന സാധനം. ഇതിന്റെ രണ്ടിന്റെയും ഇടയില് നമ്മുടെ റാൻഡം വേരിയബിൾ വരാനുള്ള പ്രോബിലിറ്റി. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. When alpha x is infinitesimally small എന്ന് വെച്ചാൽ ആൽഫ എക്സ് ഭയങ്കര കുഞ്ഞു സാധനമാണ്. അതായത് ഈ ഇന്റർവെൽ അത്ര കൊച്ചായിരിക്കും. അത്രയും കുഞ്ഞായിട്ടുള്ള ഒരു ഇന്റർവെല്ല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. തിയററ്റിക്കലി നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മളുടെ ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ നമ്മുടെ സ്മോൾ എക്സിന്റെ തൊട്ടടുത്ത് നിൽക്കണം. അത് ആ മീനിങ് വരാൻ വേണ്ടി തിയററ്റിക്കലി വാട്ട് വി സേ ഈസ് ദാറ്റ് the PDF of a continuous random variable capital X is the probability that x lies in an extremely small interval x comma x plus alpha x when alpha x is infinitesimally small. ഇതിന് പകരം നമ്മൾ ആൽഫ എക്സ് is infinitesimally small എന്ന് പറയുന്നതിന് പകരം ആൽഫ എക്സ് tends to 0 as n tends to infinity ഇങ്ങനെയും പറയാറുണ്ട്. ആൽഫ എക്സ് ടെൻസ് ടു 0 എന്ന് വെച്ചാൽ ആൽഫ എക്സിന്റെ വാല്യൂ 0യോട് തൊട്ടടുത്താണ്. അതായത് ഈ ഇന്റർവെൽ അത്രയ്ക്കും കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ എക്സ് വരാനുള്ള ഒരു പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എഫ് എക്സ് കൊണ്ടാണ്. ഇവിടെ നമ്മൾ പി എക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യില്ല. അത് ഡിസ്ക്രീറ്റ് കേസിൽ മാത്രമേ പറയുള്ളൂ. Here, probability density function is always denoted by small fx. So, small fx എന്ന് പറയുന്നത് x, x plus alpha x എന്നൊരു ഇന്റർവെല്ല് ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂ വരുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, ദാറ്റ് ഈസ്, അതിന് വി ക്യാൻ ഓൾസോ സേ ദാറ്റ്, അതിന് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയാൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലൈ ബിറ്റ്വീൻ സ്മോൾ എക്സ് ആൻഡ് സ്മോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ സ്മോൾ എക്സ് പ്ലസ് ആൽഫ എക്സ്. നിങ്ങൾക്ക് ഡെൽറ്റ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചാൽ ഞാൻ ആൽഫ എന്നിട്ടതാണ്. വെൻ ആൽഫ എക്സ് ടെൻസ് ടു 0 ഇങ്ങനെയും നമുക്കതിനെ പറയാം. ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലൈസ് ഇൻ ദി ഇന്റർവെൽ സ്മോൾ എക്സ് കോമ എക്സ് പ്ലസ് ആൽഫ എക്സ് വെൻ ആൽഫ എക്സ് ടെൻസ് ടു 0. ഈ രീതിയിലും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. Okay, so small fx is the probability, the probability density function of a continuous random variable capital X is the probability that, and namukku ingane ezhudam, small fx is equal to probability that small x less than capital X less than x plus alpha x when alpha x tends to 0. Okay, appo ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത്. അവിടെ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ പറഞ്ഞ അതേ പ്രോപ്പർട്ടിയാണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്
ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ സമ്മേഷൻ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേഷന്റെ സൈൻ ആണ്. ഇന്റഗ്രേഷൻ യു മൈറ്റ് ഹവ് ലേൺഡ് വെൻ യു വെർ ഇൻ സ്കൂൾ. ഇന്റഗ്രേഷന്റെ സൈൻ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചില്ലേ, സമ്മേഷൻ ഓവർ എക്സ് പി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന പ്രോപ്പർട്ടി പഠിച്ചതിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ഇന്റഗ്രൽ ഓവർ എക്സ്. ഇന്റഗ്രലിനകത്ത് എപ്പോഴും നമ്മൾ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഇതും കൂടി ഇടണം, ഈക്വൽ ടു 1 എന്നായിരിക്കും രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എക്സാക്ട്ലി സെയിം ആണ്. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നില് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ് എന്ന ഒരു ആംഗിൾ മാത്രം പറയാം, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഈ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അത് ഈ പ്രോപ്പർട്ടിയോട് സിമിലർ ആണ്. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഒരു ഇന്റർവെലിൽ എക്സ് കിടക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ആ ഇന്റർവെലിൽ എഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഇത് നിങ്ങൾ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. യു ഡോണ്ട് ഹാവ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇൻ ദിസ്, ബിക്കോസ് ഇന്റഗ്രേഷൻ നിങ്ങളുടെ സിലബസിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഒരു ഇന്റർവെലിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ആ ഇന്റർവെലിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതില് ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് PDF ആണോ, ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്? എഫ് എക്സ് 0 ലെസ്, നിങ്ങൾ ഐ തിങ്ക് യു ബെറ്റർ സ്റ്റഡി ദിസ്. 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തേത് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സിന് പകരമാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നിട്ടേക്കുന്നത് എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ആണ്. ഇനിയും അതേപോലെ നമ്മൾ അടുത്ത ഫംഗ്ഷനിലോട്ട് വരുവാണ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എക്സാക്ട്ലി സെയിം ആണ്. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇനിയും ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ. ആ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ എഫ് എക്സിനെ സ്മോൾ എഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ എഫ് എക്സ് കിട്ടും. ഈ ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അല്ലെ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇന്റഗ്രേഷന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്, ഓപ്പോസിറ്റ് എന്നുള്ള വേർഡ് കറക്റ്റ് അല്ല, പക്ഷെ അതിന്റെ തിരിച്ചുള്ള ആക്ഷൻ ആണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഒന്നിനെ മറ്റേ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുമെങ്കിൽ തിരിച്ച് നമുക്ക് ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. ഒന്ന് ക്യാപിറ്റൽ എഫ് എക്സ് സ്മോൾ എഫ് എക്സിന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ സ്മോൾ എഫ് എക്സ് ക്യാപിറ്റൽ എഫ് എക്സിന്റെ ഡിഫറൻഷിയേറ്റഡ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത ജസ്റ്റ് ഇതെല്ലാം പ്രോപ്പർട്ടീസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി, ബിക്കോസ് സച്ച് ക്വസ്റ്റ്യൻസ് മൈറ്റ് കം അപ്പ് as one word questions. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എഫ് എക്സ് കിട്ടാൻ സ്മോൾ എഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ എഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യണം. സ്മോൾ എഫ് എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് എഗെയിൻ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇസ് സിമിലർ ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഒന്ന് മറ്റതിനെ നിഗേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി സെയിം ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തെ പ്രോപ്പർട്ടി ക്യാപിറ്റൽ എഫ് എക്സ് ഇസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ്, അതായത് എക്സിന്റെ വാല്യൂ കൂടുമ്പം എഫ് എക്സിന്റെ വാല്യൂവും കൂടും, ഒരിക്കലും കുറയില്ല. ഓക്കെ, ആൻഡ് അവസാനത്തേത് നമ്മൾ അന്ന് കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. അപ്പൊ ഇത് ഇങ്ങനെ രണ്ട് ഞാൻ ഇടുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വേണേലും വരാം, അതുകൊണ്ടാണ്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0ക്ക് പകരമാണ് ഇത് കിടക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1ന് പകരമാണ് ഇത് കിടക്കുന്നത്. എല്ലാം
പ്രോപ്പർട്ടീസ് എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വൺ വേർഡ് ആയിട്ട് സേ ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ പറഞ്ഞു വന്നാലും യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ദ യൂസേജ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ എം ഇൻക്ലൂഡിങ് എവറിത്തിങ് ഇൻ ദ നോട്ട്സ്. ഓക്കെ, സോ ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ അവിടെയും പറഞ്ഞതാണ്, എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. സോറി, ഇത് എന്തോ എക്സ്ട്രാ ആയിപ്പോയതാണ്. എക്സ് ലെസ് ദാൻ ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. So these are the two functions of a continuous random variable. എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ചത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറയുന്നത്, ഡിസ്ക്രീറ്റില് പഠിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. So what was that? Probability density function is defined as the probability that x lies in an infinitesimally small interval x comma x plus alpha x when alpha x is infinitesimally small. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നൂടാണ് പറഞ്ഞത്. It can also be written as small f of x is equal to probability of x less than capital X less than x plus alpha x when alpha x tends to 0. ഇങ്ങനെയും നമുക്ക് ആ ഡെഫിനിഷനെ പറയാം. ഏത് വേണമെങ്കിലും ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വേർഡ്സിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയാലും മാർക്ക് കിട്ടും, നൊട്ടേഷനിൽ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? 3 മെയിൻ പ്രോപ്പർട്ടീസ് ആണുള്ളത്. ആദ്യത്തേത് എഫ് എക്സ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതിന് പകരം യു ക്യാൻ റൈറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. രണ്ടാമത്തേത് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് എക്സ് ഡി എക്സ്. അതിനെ നമ്മൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. മൂന്നാമത്തേത് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എക്സാക്ട്ലി സെയിം ആണ്. Distribution function is defined as capital Fx is equal to P of capital X less than or equal to small x. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താ? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പി ഡി എഫും ഡി എഫും തമ്മിലുള്ള റിലേഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടാൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടുന്ന് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? മൈനസ് ഇൻഫിനിറ്റി മുതൽ സ്മോൾ എക്സ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ വരാനുള്ള റീസൺ ഇതാണ്. സ്മോൾ എക്സിനെക്കാട്ടി കുറഞ്ഞ പ്രോബബിലിറ്റി ആണ് ക്യാപിറ്റൽ എഫ് എക്സ്. അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം മുകളിലത്തെ അപ്പർ ലിമിറ്റ് സ്മോൾ എക്സ് ആയിട്ട് വന്നത്. സ്മോൾ എക്സിനെക്കാട്ടി കുറവായിട്ടുള്ള ലിമിറ്റ്, കുറവായിട്ടുള്ള റേഞ്ച് ആയത് കാരണം. ആൻഡ് തിരിച്ച് സ്മോൾ എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി പ്രോപ്പർട്ടീസിലോട്ട് വന്നാൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയും ഇതെല്ലാം വി ഓൾറെഡി നോ ദീസ് പ്രോപ്പർട്ടീസ്. എക്സാക്ട്ലി ഡിസ്ക്രീറ്റ് കേസിലെ സെയിം ആണ് എല്ലാ പ്രോപ്പർട്ടീസ്. Now we can go through some small problems. You don't have much complicated problems from this. But first question ഇതാണ്, determine whether the following is a PDF. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് PDF ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ പ്രോപ്പർട്ടീസിനെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ കിടക്കുന്നുണ്ടോ? -2x എന്നാണ് കിടക്കുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടീസ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് എക്സ് ഈക്വൽ ടു 1. അല്ല, ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയാൽ മതി. ക്ലിയർലി നമ്മുടെ എഫ് എക്സ് നെഗറ്റീവ് ആയിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. ഒരിക്കലും എഫ് എക്സ് നെഗറ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ PDF. ഓക്കെ, അടുത്ത ചോദിച്ചേക്കുന്നത് the distribution function of a random variable is given like this. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂസ് തന്നേക്കാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ റേഞ്ചിൽ അത് 0 ആണ്. 0 മുതൽ 4 വരെ എക്സിന്റെ വാല്യൂ പോകുമ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ x²/16 ആണ്. 4നെക്കാട്ടി കൂടിയ റേഞ്ചിൽ അത് 1 ആണ്. അപ്പൊ ഇങ്ങനെ 3 വാല്യൂസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നേക്കാണ്. എന്താ ചോദിച്ചേക്കുന്നത്? You are asked to find probability of 1 less than x less than 3 and 2 less than x less than 5. Okay, ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ്? പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ ആൻസറിലോട്ട് പോവാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഒന്നാമത്തേത് എന്താ?
പി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്നത് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 ആണ്. ഇനി എഫ് ഓഫ് 3യുടെയും എഫ് ഓഫ് 1ന്റെയും വാല്യൂ വേണം. അതിനായിട്ട് നമ്മൾ എഫ് എക്സിലോട്ട് പോകണം. നമുക്ക് വേണ്ടുന്നത് എഫ് ഓഫ് 3യും എഫ് ഓഫ് 1ഉം ആണ്. അപ്പൊ ഇതിൽ ഏത് റേഞ്ചിലാണ് നമ്മുടെ വാല്യൂസ് കിടക്കുന്നത് നോക്കണം. 3യും 1ഉം ഉറപ്പായിട്ടും ഇതിലാണ് അല്ലെ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3യിലാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എക്സിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പൊ 0യ്ക്കും 4നും ഇടയിലുള്ള എല്ലാ വാല്യൂസിനും എഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ ബൈ 16 ആണ്. അപ്പോ എഫ് ഓഫ് 3 എന്തായിരിക്കും, 3 സ്ക്വയർ ബൈ 16 ആയിരിക്കും. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ ബൈ 16 ആയിരിക്കും. അപ്പൊ അത് രണ്ടും നമ്മളവിടെ യൂസ് ചെയ്യാണ്. So f of 3 is 3 square by 16. f of 1 is 1 square by 16. ഇതിന് നമ്മൾ equation 1 കൊടുത്താൽ substituting in 1 implies p of 1 less than x less than 3 is equal to, ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് 9 by 16 minus 1 by 16. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, p of 2 less than x less than 5. I want you to do that as a homework. ഇതേപോലെ തന്നെ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫോർമുല അനുസരിച്ച് അത് എന്ത് വരും, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 2 ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ചെയ്ത പോലെ എഫ് ഓഫ് 5ന്റെയും എഫ് ഓഫ് 2യുടെയും വാല്യൂസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. എഫ് ഓഫ് 5 എന്താണ് ഇവിടെ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയുന്നത് എന്താ നോക്കൂ, എക്സിന്റെ വാല്യൂ 4നെക്കാട്ടി കൂടിയാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 5 ആണ്. 5 എന്ന് പറയുന്നത് ഉറപ്പായിട്ട് 4നെക്കാട്ടി കൂടിയ വാല്യൂ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് കാൽക്കുലേഷന്റെ പോലും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി എഫ് ഓഫ് 2 എന്ന് പറയുന്ന നമ്പർ ഏതിലാണ് കിടക്കുന്നത്, ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ എഫ് ഓഫ് 2 എന്തായിരിക്കും, 2 സ്ക്വയർ ബൈ 16 ആയിരിക്കും. ഇതിനകത്ത് നമ്മുടെ ഈ വാല്യൂവിനകത്ത് 2 യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ച് 2 സ്ക്വയർ ബൈ 16, ഇത് രണ്ടും ഉപയോഗിച്ച് രണ്ടാമത്തെ പ്രോബബിലിറ്റിയുടെ വാല്യൂം കണ്ടുപിടിക്കണം. ഇനി അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ്സ് അഗെയിൻ എ ഹോംവർക്ക്. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ രണ്ട് ക്വസ്റ്റ്യനും ഹോംവർക്ക് ആണ്. ഇത് രണ്ടും ചെയ്ത്, as always, I want you to post the photos in the group. Okay, simple questions ആണ്. So ഇതോടുകൂടി നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന സെക്ഷൻ is over. So you'll be having an exam based on this. So that's all for today. Thank you.